സോയിൽ പൈപ്പിംഗ് എന്താണെന്നും അതെങ്ങനെയാണ് ഉണ്ടാകുന്നതും അതുണ്ടായാലുള്ള ദോഷഫലങ്ങൾ എന്താണെന്ന് കാണിക്കുന്ന ഒരു സ്റ്റിഗ്മോലാണ് ഞങ്ങൾ ഇന്നോട് പ്രസന്റ് ചെയ്യുന്നത്. ഒരു മണ്ണൊലിപ്പിനാണ് സോയിൽ പൈപ്പിംഗ് എന്ന് പറയുന്നത്. ഈ സോയിൽ പൈപ്പിംഗ് മൂലം മണ്ണിനുള്ളിൽ തുരങ്കങ്ങൾ രൂപപ്പെടുകയും ഈ തുരങ്കത്തിൽ കൂടി മണ്ണും വെള്ളവും ചെളിയുമെല്ലാം ഒഴുകുകയും ചെയ്യും. പക്ഷെ ഇതൊന്നും നമ്മൾ അറിയില്ല. ഈ വലിയ ദുരിതത്തെ പറ്റി ഒരു സൂചനകൾ പോലും നമുക്ക് ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ഭൗമശാസ്ത്രജ്ഞന്മാർ വിളിക്കുന്ന സോയിൽ ക്യാൻസർ എന്നാണ്. പണ്ട് കാലത്ത് നമ്മുടെ മലകളിൽ നിറയെ മരങ്ങളുണ്ടായിരുന്നു. മണ്ണൊലിപ്പിച്ചടയാൻ മരങ്ങളുടെ വേരുണ്ടായിരുന്നു. മലകൾ ഒഴുകിപ്പോൻ അരുവികളുണ്ടായിരുന്നു. മലകളത്തെ പിടിച്ചെടുത്താൻ പാടങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ മലയുടെ അവസ്ഥ കണ്ടോ? മലയിലെ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചു, തടാകങ്ങൾ നീത്തി, വയലുകൾ നീത്തി, അരുവികൾ നീത്തി. ഈ മലയുടെ ഒരു ഭാഗം ഇടിച്ചു കളഞ്ഞിട്ട് അവിടെ വികസനത്തിന് വേണ്ടി ഫ്ളാറ്റുകളും റിസോർട്ടുകളും പണിതു വെച്ചു. അപ്പോൾ എന്തു സംഭവിച്ചു? അപ്പോൾ ഈ മഴവെള്ളത്തിന് ഒഴുകിപ്പോകാൻ സ്ഥലമില്ലാതെ, അതുകൊണ്ട് തന്നെ മലയുടെ താഴത്തേക്ക് താഴ്ന്നു തുടങ്ങി. അപ്പോൾ ഇതുപോലുള്ള തുരങ്കങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. ഇതിനെയാണ് നമ്മൾ സോയിൽ പൈപ്പുകൾ എന്ന് പറയുന്നത്. ഈ സോയിൽ പൈപ്പുകളിൽ കൂടി മണ്ണും വെള്ളവും ചെളിയുമെല്ലാം ഒഴുകാൻ തുടങ്ങും. ക്രമേണ വലിയൊരു തുരങ്കമായി മാറും. ഇതുപോലെ ഈ തുരങ്കത്തിൽ കൂടി മണ്ണും വെള്ളവും ചെളിയുമെല്ലാം വളരെ ഫോഴ്സിൽ ഒഴുകാൻ തുടങ്ങും. അപ്പോൾ മേൽമണ്ണിന്റെ കട്ടി കുറഞ്ഞു വരും. സോയിൽ പൈപ്പിംഗ് മൂലമുണ്ടായ വലിയ അപകടമാണ് വയനാട്ടിലെ പുത്തുമലയിലും കവളപ്പാറയിലും ഇടുക്കിയിലുമൊക്കെ സംഭവിച്ചത്. പ്രതിരോധ മാർഗങ്ങൾ. സോയിൽ പൈപ്പിങ്ങിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളെപ്പറ്റി പല ഗവേഷണങ്ങളും നടന്നിട്ടുണ്ട്. പൈപ്പിംഗ് വഴി രൂപപ്പെട്ട കുഴലുകളിലേക്ക് മണ്ണ് നിറയ്ക്കുക എന്നതായിരുന്നു ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു പ്രതിരോധ മാർഗം. എന്നാൽ ഇങ്ങനെ നിറയ്ക്കുന്ന മണ്ണും പൈപ്പിംഗ് വഴി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഇതൊരു ഫലപ്രദമായ പ്രതിരോധ മാർഗമല്ല. രൂപപ്പെട്ട പൈപ്പുകളിലെ ആഴത്തിൽ കീറി നശിപ്പിക്കുകയും പൈപ്പുകളിലേക്ക് വെള്ളം എത്താത്ത വഴി തിരിച്ചുവിടുകയും ചെയ്യുക എന്നതാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന പ്രധാന പ്രതിരോധ രീതികൾ ചിലത്. സോയിൽ പൈപ്പുകളെ ഇങ്ങനെ നശിപ്പിക്കുന്നത് വെള്ളം കുഴലിലൂടെ ഒഴുകാതെ എല്ലായിടത്തേക്കും ഒരേപോലെ അരിച്ചിറങ്ങാൻ കാരണമാകും. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പെയ്യുന്ന മഴവെള്ളത്തെ എത്രയും വേഗം അടുത്തുള്ള അരുവികളിലേക്ക് ചാലുകൾ കീറി വഴി തിരിച്ചുവിടുന്നത് സോയിൽ പൈപ്പുകളിലേക്ക് വെള്ളം എത്തുന്നത് തടയും. കയർ പോലെയുള്ള ജിയോ ടെക്സ്റ്റൈൽസും ഇങ്ങനെ വെള്ളത്തെ തടയാൻ ഉപയോഗിക്കാം. വാഹനങ്ങളുടെ ടയറുകൾ ഉപയോഗിച്ച് പൈപ്പുകൾ നിറയ്ക്കുന്നത് വഴി ഒലിച്ചിറങ്ങുന്ന മണ്ണിനെ തടഞ്ഞു നിർത്താനാകും.